Hi friends, welcome back to my channel. We will do a cake decorations, fillings. This is a birthday cake. This is a tall cake. Husband wife birthday wish cake. So, this is the decorations and detailed. So, I have 6-inch pan. That's a 6-inch pan. Chocolate sponge ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു 6 ലെയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനെ നമ്മൾ സിറപ്പിലേക്ക് ചെറീസ് ചേർക്കണം അപ്പോൾ കുറച്ച് ചെറീസ് കട്ട് ചെയ്ത് ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് റെഡിയായി അതുപോലെ നമുക്ക് ലെയേഴ്സിൽ വേണമെങ്കിൽ ചെറീസ് കട്ട് ചെയ്ത് എടുക്കാം അല്ലെ ചെറീസ് ക്രഷ് കിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അത് ചേർക്കുന്നില്ല ട്ടോ അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തിട്ട് നമ്മൾ cream വെക്കുക ക്രീമിൽ നമ്മൾ ആകെ ഷുഗർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ട്ടോ അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രഷസ് ഒക്കെ യൂസ് ചെയ്യാം അത് ഓരോ കസ്റ്റമറിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ക്രഷസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചെറീസ് കട്ട് ചെയ്തിടാം അല്ലെങ്കിൽ ചെറി ക്രഷസ് കിട്ടും അതൊക്കെ യൂസ് ചെയ്യാം ട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു സെക്കൻഡ് ലെയർ കേക്കും വെക്കാണ് അതുപോലെ തന്നെ വെറ്റ് ചെയ്യുക ക്രീം വെക്കുക അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക ചോക്ലേറ്റ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ പറ്റിക്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓവറായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പോകരുത് കേട്ടോ അപ്പോൾ ഭയങ്കര എന്താ പറയുക കട്ടിയായിപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെറ്റ് ചെയ്തിട്ടുണ്ട് ക്രീം വെച്ചിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ടിട്ട് ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെച്ചിട്ട് നമുക്കിത് ക്രം കോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ട് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ടോൾ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോ കേക്കും വെച്ചതിന് ശേഷം നമ്മളത് ലെവൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് പിന്നെ ഒരു പണിയായിട്ട് വരില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഷേപ്പ്ലെസ്സിലാണ് വെച്ചതെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിങ്ങനെ ചെരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ല നീറ്റായിട്ട് ഒരേ ലെവലിൽ തന്നെ കേക്കൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതൊരു പണിയായിട്ട് വരില്ല പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കേക്ക് നല്ല ലെവലായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കേക്ക് ബേസ് ഒക്കെ ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കണം ബാംബൂ സ്റ്റിക്ക് അത് ഞാനിവിടെ ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഒന്ന് സേഫ് ആയിട്ടിരിക്കും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തിരിയൊന്നും ചെയ്യില്ല ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ കുറയും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഫൈനൽ കോട്ട് കൊടുക്കാം അപ്പോൾ പൈപ്പിൻ ബാഗിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടോൾ കേക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ പൈപ്പിൻ ബാഗിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ബുദ്ധിമുട്ട് എന്താ പറയുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫിനിഷിങ് ചെയ്ത് പഠിക്കാൻ പെട്ടെന്ന് കഴിയും അതുപോലെ ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസിലാണ് കിട്ടുക അല്ലെങ്കിൽ ആദ്യമൊക്കെ എനിക്കും അങ്ങനെ തന്നെയാണ് അധികം ഫിനിഷിങ്ങും വരാറില്ല അപ്പോൾ ചെയ്തിപ്പോൾ ഓക്കെ ആയി വൈറ്റ് ക്രീം മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം ഇവർക്ക് അധികം കളേഴ്സ് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ലൈറ്റ് കളറായിട്ട് പേർപ്പിൾ കളർ തന്നെയാണ് ഷെഫ് മാസ്റ്റർ പേർപ്പിൾ കളർ എടുത്തിട്ട് കുറച്ചൊന്ന് കട്ടിക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വടിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പർ വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ക്രാപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഫിനിഷിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ് വന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ കേക്ക് ബേസ് ഒക്കെ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് വന്നിട്ട് ഈ ഫ്ലവർ നമ്മൾ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ട് അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കുക നമ്മുടെ കേക്കിലേക്ക് ഇങ്ങനത്തെ ഗോൾഡൻ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഹാർട്സിൻ്റെ ഇത് ചെറുതായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ വലുതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷുഗർ ബോൾസ് ഈ ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലവർ വന്നിട്ട് ഒന്നേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ഹാർട്സ് ഇവിടെ വെക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗോൾഡൻ ലീവ്സ് ഒക്കെ കിട്ടും അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോൾസ് കണ്ടു കേട്ടോ ഈ ഒരു പിങ്കിൽ വരുന്നത് അപ്പോൾ അത് വെച്ചു പിന്നെ ഫോണ്ടൻ കട്ടിലാണ് ഞാൻ പേര് എഴുതിയിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ വൈഫ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയാണ് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷുഗർ ബോൾസ് വൈറ്റ് ആണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്
ഗോൾഡ് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് അവിടെ ഇവിടെ ആയിട്ടെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റിൽ ഞാനിവിടെ എന്താ പറയുക, നല്ലൊരു ലീഫ് ഉണ്ടായിരുന്നു, ഗോൾഡൻ ലീവ്സ്, അത് 2 അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു വ്യൂ, മുഴുവനായിട്ടുള്ളൊരു വ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.